വശത്ത് സ്വന്തം ഭർത്താവ്, മറുവശത്ത് 10 വർഷം തന്നെ സംരക്ഷിച്ച പുരുഷൻ. രണ്ടും കൂടി ഒരു തുലാസിൽ വെച്ച് നോക്കുമ്പോ ആർക്കായാലും മനസ്സൊന്ന് പതറിപ്പോവും. എന്റെ സച്ചേട്ടന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ സച്ചേട്ടനിലേക്ക് ഞാൻ തിരിച്ചു പോകുമ്പോ ഗോകുലിനും കുടുംബത്തിനും ഒരു പോറല് പോലും ഏൽക്കാൻ പാടില്ല. ഞാനും ഒരു പെണ്ണല്ലേ, അർച്ചന പറയുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലാവും. എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് വേണ്ടി കോടതി കയറാൻ ഞാൻ ഗൂഗിളിനെ അനുവദിക്കില്ല. അത്രയ്ക്ക് വലിയ പാപമൊന്നും ആ ഗൂഗിള് ചെയ്തിട്ടില്ല. ആ മനുഷ്യന്റെ ഭാര്യയായിട്ട് ഞാൻ ഇതുവരെയും ജീവിച്ചിട്ടില്ല. പക്ഷെ എന്നെ സ്നേഹിച്ചതിനും സംരക്ഷിച്ചതിനും അദ്ദേഹം ബലിയാടായ എനിക്ക് പിന്നെ സച്ചേട്ടനിലേക്ക് ചിലപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് വരെ വരും. ഞാൻ സച്ചേട്ടന്റെ അടുത്തേക്ക് തിരിച്ചു വരണമെങ്കിൽ സച്ചേട്ടൻ ഈ കേസ് പിൻവലിക്കണം. ഞാൻ സച്ചയോട് ഒന്നുകൂടി സംസാരിക്കാം. ഇപ്പൊ അർച്ചന സമാധാനായിട്ട് പോ. സച്ചയോട് സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാം. എനിക്ക് എന്റെ സച്ചേട്ടൻ വേണം. പക്ഷെ ഇനിയും ഗൂഗിളിനെ വേദനിപ്പിച്ച പിന്നെ ഞാൻ ഉണ്ടാവില്ല. സംസാരിക്കുമ്പോ അതും കൂടി പറഞ്ഞേക്ക്. അഡ്വക്കേറ്റ് രാമോഹൻ സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മള് നേരിൽ കാണുന്നത് ആദ്യമാണെന്ന് മാത്രം. അവന്തിക അസോസിയേറ്റ്സിന്റെ ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് ആർക്കാണ് അറിയാത്തത്? നമ്മൾ പരിചയപ്പെടാൻ ഇങ്ങനെ ഒരു കേസ് വേണ്ടി വന്നു എന്ന് മാത്രം. ഈ കേസില് ഞാൻ പൂർണ്ണമായിട്ട് സാറിനെ വിശ്വസിക്കാം. കേസ് ഫയൽ ഞാൻ വായിച്ചു. അവന്തികയ്ക്ക് ഒരു ജീവപര്യന്തം വാങ്ങിത്തരാനുള്ള എല്ലാ വകുപ്പുകളും ഇതിനകത്തുണ്ട്. അതൊരു കള്ളക്കേസാണ് സാർ. മനഃപൂർവ്വം ആരോ മാഡത്തിനെ ഇതിൽ പെടുത്തിയതാണോ? അല്ല, കൊല്ലപ്പെട്ടത് അവന്തികയുടെ അമ്മാവനായിരുന്നു അല്ലേ? അതെ. അയാളുടെ ഭാര്യയും മകളെയാണ് ഇപ്പൊ നിങ്ങൾ തടവിൽ വെച്ചിട്ടുള്ളത് അല്ലേ? അവര് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ ഞാൻ അവരെ പൂട്ടിയിട്ടുള്ളത് ശരിയാ. ഏയ്, അത് ഇല്ലീഗലാണ്. പക്ഷേ തൽക്കാലം അവര് നമ്മുടെ കൂടെ ഉള്ളത് നമുക്ക് ഗുണം ചെയ്യും. എന്നുവെച്ച് അവര് നമുക്ക് വേണ്ടി സാക്ഷി പറയുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവരെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല സാർ. രണ്ടെണ്ണം കാഞ്ഞ വിത്തുകളാ. എന്റെ കയ്യിൽ നിന്ന് പോയാ അവരെനിക്കെതിരെ സാക്ഷി പറയുന്നുള്ള കാര്യം ഉറപ്പാ. ആ, പിന്നൊരു കാര്യം, ആ CI രാജീവ് അവരന്വേഷിച്ച് പരക്കം പാഞ്ഞുകൊണ്ട് നടക്കുകയാണ്. കാരണം അവരവസാനം താമസിച്ചത് അവന്തികയുടെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് തന്നെ സംഭവിച്ചാലും അവന്തികയായിരിക്കും ഉത്തരവാദി. അതുകൊണ്ട് നമ്മുടെ ഈ കേസ് തീരുന്നത് വരെ അവരെ പുറത്ത് വിടാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത്. അവരിപ്പോ വളരെ സേഫായ ഒരു സ്ഥലത്താണ് സർ. പോലീസ് റെയ്ഡ് ഉണ്ടാവുന്ന അറിഞ്ഞോണ്ടാ ഞാൻ അങ്ങോട്ട് അവരെ മാറ്റിയത്. ഇനി എത്രയും പെട്ടെന്ന് ആ പരാതിക്കാരൻ സൂതൻ മേനോനെ കണ്ടെത്തണം. അതിനുവേണ്ടി ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഡിജിറ്റൽ എവിഡൻസുകളും ഫോറൻസിക് റിപ്പോർട്ടും സാക്ഷിമൊഴികളും എല്ലാം തന്നെ 100% അവന്തികയ്ക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ നമുക്ക് പരിമിതികളുമുണ്ട്. എനിക്കറിയാം സർ. പക്ഷെ എന്ത് ചെയ്തിട്ടായാലും എനിക്ക് ഈ കേസ് ജയിച്ചേ പറ്റൂ. എന്തായാലും നമുക്കൊരു കളി കളിച്ച് നോക്കാം. പക്ഷെ അതിനു മുമ്പ് ഈ സൂതൻ മേനോൻ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് എന്റെ മുമ്പിലെത്തണം ആദ്യം. എന്താ, അതിന് പറ്റുമോ? പറ്റും സർ. എന്ത് വില കൊടുത്തും ഞാൻ അയാളെ സാറിന്റെ മുന്നിലെത്തിക്കും. ആ, അങ്ങനെയാണെങ്കിൽ ഈ കേസ് ഞാൻ ജയിപ്പിച്ചു തരാം. അല്ലെങ്കിൽ എനിക്ക് ഓരോറപ്പും തരാൻ സാധിക്കും. മനസ്സിലായി സർ. എന്ത് റിസ്ക് എടുത്തും ഞാനത് ചെയ്തിരിക്കും. ശരി, എന്താ പിന്നെ ഞാൻ ഇറങ്ങുകയാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൂർത്തി മാഡം, സുഗതൻ മേനോൻ, അയാളുടെ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അയാൾ ആരാണെങ്കിലും എന്റെ മുന്നിലെത്തണം. മോളെ, ഒന്ന് കണ്ണു തുറക്കും മോളെ. മോളെ എണീക്കും മോളെ.
ഗൗരി, അളിയ ഞാനിവിടെ കാണട്ടെ. അളിയ എക്സ്ക്യൂസ് മീ. ഡോക്ടർ, എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം. അവക്കൊന്നും പറ്റരുത്. നിങ്ങൾ ടെൻഷൻ ആവാതെ ആദ്യം ഞാനൊന്ന് നോക്കട്ടെ.